ആൻഡ് ലിയ ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ? ഒന്ന് മൈക്കോണേ ഇത് പറയാമോ? ശരി ശരി ഓക്കെ. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലാണ് നമ്മൾ വന്ന് നിൽക്കണേ. അപ്പം അതിൽ നമ്മൾ സത്യം പറഞ്ഞാൽ 2 ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എസെൻഷ്യൽ ആയിട്ട് നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ആവശ്യം വന്നേട്ടോ. അപ്പോൾ നമ്മൾ സ്ട്രോ ബെയിൽസ്, എർത്ത് ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന വിൽ ബി ഡീലിംഗ് ഇൻ ദിസ് ക്ലാസ് about all the particulars about straw bales and earthen materials as a sustainable construction material. ഓക്കെ, പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി പോവുകയും ചെയ്യാം. അപ്പോൾ നാളെ നമുക്ക് അവർ കിട്ടുകയാണെങ്കിൽ ഇത് ഒന്ന് എടുക്കും ചെയ്യാം. നാളെ ചിലപ്പോൾ എന്തെങ്കിലും അവർ കിട്ടുകയാണെങ്കിൽ രീതിയിൽ നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ. കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുകൂടി കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ടുഡേ നൗ വിൽ ബി സീയിങ് ദ ടോപ്പിക് സ്ട്രോ ബെയിൽസ് ആൻഡ് എർത്ത് ആൻഡ് മെറ്റീരിയൽസ്. അപ്പം ഇത് എൻറ്റയർ സിലബസ് വെച്ചൊന്ന് മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ്സിൽ. ഇതൊക്കെയാണ് നമ്മുടെ സിലബസ് വരുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ നമ്മുടെ സിലബസിൽ ഇതാണ് സ്ട്രോ ബെയിൽസ് ആൻഡ് എർത്ത് ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യുന്നത്. സോ ഓൾ ദീസ് ആർ ദി യൂണിറ്റ്സ് ഫോർ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ അല്ലേ? മരം എന്ന് പറയുന്നത്, വുഡ് എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ്. ക്ലിയർ? അപ്പോൾ അത് റാദർ ദാൻ സിമെന്റ് ഓർ റാദർ ദാൻ സ്റ്റീൽ നമുക്ക് പറയാം. നമ്മുടെ കോൺക്രീറ്റിനെ കോൺക്രീറ്റ് ബീംസിനെ നമുക്ക് വുഡൻ ബീംസ് വെച്ച് റീപ്ലേസ് ആവാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഈസ് മോർ സസ്റ്റൈനബിൾ അല്ലേ? അതുപോലെ ബാംബു ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ, സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ ആവും. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇതിന് ഇതെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. ഇനി സ്ട്രോ ബെയിൽ എന്ന് പറയുന്നത് എന്താണ്, എർത്ത് ആൻഡ് മെറ്റീരിയൽ എന്താണെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ്. പറഞ്ഞ പോലെ എല്ലാ കോളേജിലും കവർ ചെയ്യുന്ന അതേ നോട്ട് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് സ്ട്രോ ബെയിൽ. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? അവന്തിക ഇത് കണ്ടില്ലേ? ഓക്കെ. അപ്പോൾ സ്ട്രോ ബെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോ ബെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലേ ആഫ്റ്റർ ദി മോഡേൺ ഗ്രെയിൻ ഹാർവെസ്റ്റിംഗ്, മോഡേൺ എന്ന് പറയാൻ കാരണം ഇപ്പോൾ നമുക്ക് പറയാം കൊയ്ത്ത് മെഷീനൊക്കെ അല്ലേ, ഫോർ ദി ഹാർവെസ്റ്റിംഗ് വി ഹാവ് മെഷീനറീസ്. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഡിസ്ട്രക്റ്റഡ് രീതിയിലാണ് നമുക്ക് ഹാർവെസ്റ്റിന് ശേഷം ആ ലെഫ്റ്റ് ഓവർ മെറ്റീരിയൽ കിട്ടിയിരുന്നത്. നൗ വി ഹാവ് മെക്കനൈസ്ഡ് സിസ്റ്റംസ്, സോ properly you have a proper way to harvest your grains. So what is left over, the stem material that is left as a byproduct of modern graining, അതിനെയാണ് സ്ട്രോ എന്ന് പറയുന്നത് അല്ലേ? സ്ട്രോ എന്ന് പറഞ്ഞാൽ വൈക്കോല് എന്ന് തന്നെ പറയാം. ഇപ്പം നിങ്ങൾ പണ്ടത്തെ പോലെയൊന്നും അല്ല, ഇപ്പം ഇങ്ങനെയൊക്കെ അല്ലേ പാടത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനെ തന്നെ ഒരു ബ്ലോക്ക്, ഒരു ഇതേപോലെ കട്ട, ചിലപ്പോൾ സർക്കുലറായിട്ട് അവർ കെട്ടിവെച്ചിരിക്കുന്നത് കാണാം അല്ലേ? ലൂസായിട്ട് കിടക്കുന്നത് കാണാറില്ലല്ലോ. അവർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വൈൻഡ് ചെയ്തിട്ടൊരു യൂഷ്വലി അതിനെ സർക്കുലറായിട്ടാണ് കാണാറ്, അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിവെക്കുകയാണെങ്കിൽ ഇങ്ങനെ. അപ്പം അതിനെയാണ് സ്ട്രോ ബെയിൽ എന്ന് പറയുന്നത്. അപ്പം കംപ്രസ്ഡ് ആൻഡ് ടൈഡ് വിത്ത് എ സ്ട്രിങ് ഓർ വയർ, ബെയിൽ സ്റ്റാക്ഡ് ആൻഡ് റണ്ണിങ് ബോണ്ട് പ്ലാസ്റ്റേഡ്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് ഇതിലേക്ക് വരുന്ന സ്ട്രോ ബെയിൽ എന്ന് പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ആ സ്ട്രോ ബെയിലിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ ഓരോ സ്ട്രാൻഡ്സും സ്ട്രോ ബെയിൽസ് തന്നെയാണ്. ദീസ് ആർ ദി ഇൻഡിവിജ്വൽ സ്ട്രോ ബെയിൽസ്. ആ വൈക്കോലിന്റെ തണ്ട് എന്ന് പറയുന്നത്, ആ വൈക്കോലിന്റെ തണ്ട് ചേരുമ്പോഴാണ് എന്ത് പറയുന്നത്, ആ ഒരു മൊത്തം ഒരു സ്ട്രോ ബെയിൽ ഹീപ്പായിട്ട് മാറുന്നത് അല്ലേ? അപ്പോൾ എന്താണ്, അങ്ങനെ നമ്മൾ ഓരോരോ വൈക്കോൽ കഷ്ണങ്ങളെ നമ്മൾ സ്ട്രിങ് ഓർ വയർ വെച്ചിട്ട് സ്റ്റോക്ക് ചെയ്യാണ്. അപ്പോൾ പിന്നെ അതിനെ നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ഇഷ്ടിക പോലെ തോന്നുന്നില്ലേ? ഇത് മനസ്സിലായോ? നമുക്കുള്ള ആവശ്യമുള്ള രീതിയിൽ യു ക്യാൻ കട്ട് യുവർ സ്ട്രോ ബെയിൽ യൂണിറ്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ സെർവ് ആസ് എ ബിൽഡിംഗ് യൂണിറ്റ്. വോളിൽ നമുക്ക് യൂസ് ചെയ്യാം, ഫ്ലോറിങ് ആ രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. മനസ്സിലായോ? അനുസരിച്ചുള്ള സ്പെസിഫിക്കേഷനിൽ കട്ട് ചെയ്തൊക്കെ എടുത്താൽ പോരെ. ദെൻ അത് വെച്ചിട്ട് പ്ലാസ്റ്റേർഡ് വിത്ത് മഡും കൂടിയൊക്കെ ആകുമ്പോൾ ഒരു ഇത് കിട്ടും എന്നാണ് പറയുന്നത്, റണ്ണിങ് ബോണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുന്ന രീതിയാണ്. അതാണ് നമ്മുടെ ഈ സ്ട്രോ ബെയിലിൻ്റെ പ്രസക്തി. നൗ ഹേ ഈസ് ഗ്രോൺ ഫോർ ദി ലൈഫ് സ്റ്റോക്ക്. ഓക്കെ, ഇനി ഇത് അതിൽ കച്ചിത്തുരുമ്പ് പോലത്തെ വരുന്ന അതിനെയാണ് ഹേ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ ലൈഫ് സ്റ്റോക്ക് ഫീഡിന് പശുക്കൾക്ക് കൊടുക്കും. പക്ഷേ ഇതിൽ അതിന് വൈൽഡ് സ്ട്രോ ഹാസ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇനി ഇതിനെയൊക്കെ പ്രോപ്പറായിട്ട് അതിൽ ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോ ബെയിൽസിനെ നമ്മൾ പിക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പറയുന്ന ഈ ബിൽഡിംഗ് യൂണിറ്റ്സിൽ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ എന്ത് പറയും, ഒരു സസ്റ്റൈനബിൾ ബിൽഡിംഗ് സിസ്റ്റത്തിൽ യു ക്യാൻ ഇൻറ്റഗ്രേറ്റ് യുവർ സ്ട്രോ ബെയിൽ എന്നാണ് പറയുന്നത്. ഇതിനെയൊക്കെ മലയാളത്തിൽ എഴുതിയത് ഞാനൊന്ന് അയച്ചു തരാം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കോളേജ് വിട്ട് വന്നിട്ട് തന്നെയാണ് ഇത് ChatGPT-യിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് വേറെ സമയം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു നോട്ട്സും കൂടി ഞാൻ അങ്ങോട്ട് നിങ്ങളുടെ ഇതിലേക്ക് തരാം. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ സ്ട്രോ ബെയിൽസ് പറയുമ്പോൾ ഇതിൽ പണ്ട് കാലം മുതലേ യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രോ ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ബിൽഡിംഗ് മെറ്റീരിയൽ ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. ഇതിലെന്ന് പറയുന്നത് അത് നമ്മൾ പിന്നെ എർത്ത് ആൻഡ് മെറ്റീരിയൽ പഠിക്കും.
ആഷ്ലിൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, പറയുന്നത് കേൾക്കുന്നില്ലേ എല്ലാവരും? നിധു കേൾക്കുന്നില്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും പറയൂ. ശരി ശരി ശരി, ഓക്കെ. അപ്പൊ ഇതെന്ത് കണ്ടോ? അപ്പൊ ഇതിലിപ്പോ നമ്മൾ നേരത്തെ സ്ലൈഡ് തന്നെയാണ് വെച്ചത്. ഓക്കെ ഓക്കെ. ഇതെന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഇപ്പം മുതലുള്ള കാര്യമൊന്നുമല്ല, ഇത് പണ്ട് മുതലേ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല കേട്ടോ. ഇത് പറയുമ്പോഴാണ് ശ്രദ്ധയിൽ വരുന്നത്. ഇതിങ്ങനെ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മളൊരു സിലബസിലൊന്നും ഇതിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു പണ്ട് കാലം മുതലേ ഒരു, പക്ഷെ അത് മണ്ണിന്റെ കൂടെ വെക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ മണ്ണ് അല്ലെ, ക്ലേ മഡ് പ്ലാസ്റ്റർ ഒക്കെ നമ്മൾ അറിയില്ലേ, ചില പണ്ടത്തെ വീടുകളും ഇപ്പോഴൊക്കെ തന്നെ ചില ഒരു റൂറൽ ഹൗസിങ്ങിലൊക്കെ മണ്ണ് വെച്ചിട്ട് അവർ പ്ലാസ്റ്ററിങ് ഒക്കെ ചെയ്യില്ലേ. അപ്പൊ ആ മണ്ണിന്റെ കൂടെ ഒന്നും കൂടി റിൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇത് വെക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അതായത് മണ്ണ് കുഴയ്ക്കുന്ന സമയത്ത് തന്നെ അതിൽ ഈ വൈക്കോൽ തുരുമ്പുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി റിൻഫോഴ്സ്മെന്റ് ആക്ഷൻ പോലെ വരില്ലേ. അതിനെയാണ് കോബ് അഡോബ് എന്നൊക്കെ പറയാം. അത് നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ എർത്ത് ആൻഡ് മെറ്റീരിയൽ പഠിക്കുമ്പോൾ ഒന്നും കൂടി പഠിക്കും കേട്ടോ. അപ്പൊ അഡോബ് ഓർ കോബ് എന്ന് പറയുന്നത് അതിലെന്താണ്, ഈ സ്ട്രോ നമ്മൾ ക്ലേയുടെ കൂടെ ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ അതുപോലെ ഒരു ബിൽഡിംഗ് പാക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്നു അത്രേ. ഓക്കെ, പണ്ട് കാലത്തൊക്കെ ഈ വൈക്കോലൊക്കെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ, അതുപോലെ ക്ലേയും കിട്ടും. അന്ന് സിമെന്റ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ അവര് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അഡോബ് ഓർ കോബ് എന്ന് പറയുന്ന രീതിയിൽ ക്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ക്ലേ ഇന്റഗ്രേറ്റഡ് വിത്ത് ദ സ്ട്രോ. അതിനെയാണ് ഈ കോബ് അഡോബ് എന്നൊക്കെ പറയാം. അത് ലാസ്റ്റ് നമുക്ക് സ്ലൈഡിൽ ഒന്നും കൂടി കാണാം കേട്ടോ. ഇനി സ്ട്രോന് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണ്? സ്ട്രോയുടെ അല്ലേ, കൺസ്ട്രക്ഷനിൽ എന്താ പറയുക, നമ്മൾ ഇതാണെങ്കിൽ അപ്പൊ ഇത് വെച്ചിട്ട് ഒരു ഇഷ്ടിക ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോളാം. ഇത് നമ്മുടെ താബൂക്ക് പോലത്തെ സാധനം ഇല്ലേ, ഹോളോ ബ്രിക്സ്, അത് വെച്ചിട്ടുള്ള ഇഷ്ടിക. അത് ഉണ്ടാക്കാനായിട്ട് എത്ര നമ്മുടെ ആലോചിച്ച് നോക്കൂ, എത്ര ഹൗ മച്ച് കാർബൺ ഫുട് പ്രിന്റ് ഈസ് ഇൻവോൾവ് അല്ലെ, ഹൗ മച്ച്. അതായത് ഫോർ ദ സിന്തസിസ് ഓഫ് യുവർ സിമെന്റ്, ലോട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ടു ദി എൻവിറോൺമെന്റ്. അപ്പൊ അങ്ങനെ ഇഫ് യു അസസ് ഓൾ ദി പാരാമീറ്റേഴ്സ്, ലോട്ട് ഓഫ് കാർബൺ ഫുട് പ്രിന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മാനുഫാക്ചർ ഓഫ് ദോസ് തിങ്സ്. അപ്പൊ അത് അത്ര ഇക്കോ ഫ്രണ്ട്ലി അല്ല. പക്ഷെ അത് അതിന്റെ പകരം ഈ ഒരു ഇഷ്ടികയാണെങ്കിലോ ഇത് വെച്ചിട്ടുള്ളതാണ്, നല്ലതല്ലേ. അപ്പൊ അതാണ് ലോ എൻവിറോൺമെന്റൽ ഇമ്പാക്റ്റ് ആണ്. അതുപോലെ ഇതിന് എക്സലന്റ് തെർമൽ ഇൻസുലേഷൻ ആണ്. അതുപോലെ എന്താ പറയുന്നത്, ചൂട് അധികം കടത്തി വിടില്ല, തണുപ്പ് അധികം കടത്തി വിടില്ല, ഒരു ബാലൻസ് സൃഷ്ടിക്കാൻ പറ്റും ഇതിന്റെ ആണെങ്കിൽ. അതുപോലെ എക്സലന്റ് സൗണ്ട് ഇൻസുലേഷൻ പ്രോപ്പർട്ടീസ്, നല്ല നോയ്സ് റെസിസ്റ്റൻസ് ഉള്ള ഒരു സംഭവമാണ്. ലോ എനർജി ആണ്, ലോ എനർജി പ്രൊഡക്ഷൻ. ഇത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, പ്രൈമറി എനർജി മതി, സോളാർ എനർജി മതി അല്ലേ. അപ്പൊ അതുപോലെ കാർബൺ സിക്വസ്ട്രേഷനിലും ഇതിൽ റോൾ ഉണ്ട്. നമ്മൾ സാധാരണ പറയുന്ന പോയിന്റ്സിന് സ്റ്റോഴ്സ് കാർബൺ വിത്തിൻ ദി സ്ട്രക്ചർ. അതായത് അതിന്റെ ഒരു നമ്മൾ പറഞ്ഞിട്ടില്ലേ, എന്തൊരു ഇതില് എംബോഡീഡ് എനർജി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രോസസ്സിൽ ലോട്ട് ഓഫ് കാർബൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അപ്പൊ അത് നല്ലതല്ലേ, കാർബൺ ബാലൻസ്, കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ സിമെന്റ് ബ്ലോക്ക് ആണെങ്കിലോ അത് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ആണ് ചെയ്യുന്നത്, പുറത്തേക്ക് തള്ളുക ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ അന്തരീക്ഷ ചൂട് പിടിക്കുമ്പോൾ ഈ ഈ ഇഷ്ടികയൊക്കെ അല്ല എന്താ ചെയ്യുക, സാധാരണ സിമെന്റിന്റെ കട്ടയാണെങ്കിൽ അത് പുറത്തേക്ക് വീണ്ടും അത് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എമിറ്റ് ചെയ്യും. ഇതാണെങ്കിൽ അതിങ്ങനെ അതിലേക്ക് തന്നെ അതാ വരിക ചെയ്യാം. മനസ്സിലായോ? അതിലേക്ക് ആഗിരണം ചെയ്യണ ഒരു അബ്സോർപ്ഷൻ കപ്പാസിറ്റിയാണ്. അതുകൊണ്ട് ഇതെന്താ പറയുന്നത്, ഇതിന്റെ സ്ട്രോ എന്ന് പറയുന്ന സംഭവത്തിന്റെ ഗുണഗണങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സാലിയൻ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഇവിടെ നമ്മൾ സ്ട്രോ എന്ത് പറഞ്ഞു, ഈ സ്ട്രോ എന്ന് പറയുന്നത് ഇങ്ങനെ, അത് എന്താണെന്ന് മനസ്സിലായല്ലോ, ഇതിൻ്റെതായിട്ട് വരും. അതിനെ നമ്മളൊരു സ്ട്രിങ് ഓർ വയർ വെച്ചിട്ട് കെട്ടിവെക്കുക. അതിന്റെ മലയാളം ഞാൻ ഇതിന്റെ ശേഷം ഒന്ന് തരും ചെയ്യാം കേട്ടോ. ഇതിന്റെ ഓരോന്നിന്റെയും ജസ്റ്റ് ചരിത്തിപ്പെട്ടിയിലിട്ട് കൊടുത്തു. അപ്പൊ ഇതിന് ഓരോന്നിന്റെയും നമുക്കൊരു മലയാളം രീതിയിൽ നോക്കാം. ഓക്കെ, ഇനി അടുത്തത് ഈ സ്ട്രോ എന്ന് പറയുന്നത് ട്യൂബുലാർ ഷേപ്പാണ് അതിന്റെ സ്ട്രക്ചറൽ. അത് ഒരാൾ വെച്ചോ സ്ട്രോ പോലത്തെ ഒരു ഷേപ്പ് അല്ലേ അതിന്റെ വരുന്നത്. അപ്പൊ അതിനൊരു സ്ട്രക്ചറൽ ആൻഡ് മെയിൻറ്റെയിൻസ് യൂണിഫോം ട്യൂബുലാർ ഷേപ്പാണ് ഇത്ര അതിന്റെ ഒരു കോൺഫിഗറേഷൻ. നിങ്ങൾ ആലോചിക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചർ ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര സ്ട്രക്ചറൽ റിജിഡിറ്റി അതിന് വരുന്നത്? ആരോ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഭദ്രനല്ലേ ഇപ്പൊ കയറിയത്, കാണുന്നില്ലേ? ഭദ്രൻ ഒന്ന് പറയൂ, മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന് പറയൂ വേഗം വേഗം. ശരി. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെക്കോർഡഡ് ക്ലാസ് ഇട്ട് തരാം കേട്ടോ. എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ അത് കേട്ടോളൂ. അപ്പൊ നമ്മൾ പകുതി എത്തി. അപ്പൊ ഇതിൽ എന്താ പറയുന്നത്, ട്യൂബുലാർ ഷേപ്പ് കാരണമാണ് ഇത്ര ഇതിന്റെ ഒരു സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി വരുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ ആലോചിച്ചേക്ക്, ഒരു വൈക്കോൽ എടുത്തിട്ട് നിങ്ങൾ അതിനെ പുറത്ത് ഇങ്ങനെ ഇതാക്കി നോക്കിയാല് നമ്മുടെ ആപ്പിളിന്റെ തൊലിയുടെ പോലെ തോന്നാറില്ലേ? ഒരു വാക്സി കൂട്ടില്ലേ അതിന്, കണ്ടിട്ടുണ്ടോ? അത് ഓൾറെഡി അതിന്റെ സസ്യങ്ങളുടെ തണ്ടിലൊരു ഇതുണ്ടാവില്ലേ,
ഒരു വാക്സ് കൂട്ട് ഉണ്ടാവില്ലേ, അപ്പൊ അത് കാരണം ഇതിന് വാക്സ് ആയതുകൊണ്ട് വാട്ടർ റെസിസ്റ്റന്റ് അല്ലേ. വാക്സ് വരുമ്പോൾ ആപ്പിളിന്റെ തൊലിപ്പുറത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഒഴുകി പോവുകയല്ലേ ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്ട്രോ ബെയിൽസിലും ഒരു വാക്സി കോട്ടിംഗ് ഉണ്ട്, അതുകൊണ്ട് അത് വാട്ടർ റെസിസ്റ്റന്റ് ആവും. പിന്നെ എന്താ പറയുക, നമ്മൾ ട്യൂബുലാർ സ്ട്രക്ചർ സ്ട്രോ പോലത്തെയാണ് ഈ വൈക്കോലിന്റെ സംഭവം. അപ്പൊ അതുകൊണ്ട് അതിന് ട്യൂബുലാർ ഷേപ്പും ഇതാണ് അതിന്റെ സ്ട്രക്ചറൽ സ്റ്റിഫ്നെസ് ഒക്കെ ഇമ്പാർട്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ സ്ട്രോ ബെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്താ പറഞ്ഞ, ഇതില് വൈക്കോൽ, ഈ സാധനത്തിലെ ഒരു വൈക്കോൽ തുരുമ്പിനെയാണ് നമ്മൾ സ്ട്രോ എന്ന് പറയുക. അപ്പൊ അതിനെല്ലാം കൂടി ചേർക്കുമ്പോഴാണ് നമ്മൾ സ്ട്രോ ബെയിൽ എന്ന് പറയുക. അത് സ്ട്രോ ബെയിൽ ആവണമെങ്കിൽ എന്ത് വേണം? യു വിൽ ബി കമ്പൈനിങ് ഓർ കംപ്രസിങ് ഓൾ ദി ഇൻഡിവിജ്വൽ സ്ട്രോ വിത്ത് എ സ്ട്രിങ് ഓർ വയർ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്ട്രോ ബെയിൽ എന്ന് പറയും. മനസ്സിലായോ? സ്ട്രോ ബെയിൽ ഇസ് എ ബണ്ടിൽ ഓഫ് സ്ട്രോ ബൗണ്ട് വിത്ത് ബെയിലിംഗ് വയർ ഓർ പോളിപ്രോപ്പിലിൻ ട്യൂബ്. അല്ലെ, പണ്ടൊക്കെ ഇങ്ങനെ ഇത് വെച്ചിട്ടല്ലേ കിട്ടിയിരുന്നേ, നമ്മുടെ എന്താണ് പറയാ, കയറൊക്കെ വെച്ചിട്ടാണ് കിട്ടിയത്. ഇപ്പൊ പല പോളിപ്രോപ്പിലിനോ വെർട്വൈനാലോ സിസൽ എന്ന് പറഞ്ഞാൽ അതന്നെ ഇരിക്കും, ചാക്കിന്റെ അതൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് ഏതിന്റെയൊക്കെ എടുക്കാം നമുക്ക്? സ്ട്രോ ഏതിന്റെയൊക്കെ എടുക്കാം? അരിയുടെ, അല്ലെ, നെല്ലിന്റെ എടുക്കാം, ബാർലി, വീറ്റ്, അങ്ങനെയുള്ള ഗ്രെയിൻസിന്റെ എല്ലാത്തിന്റെയും ഓട്സ്, അതിന്റെയൊക്കെ ബെയിൽസ് അത് 2 സ്ട്രിങ് ഓർ 3 സ്ട്രിങ് ആയിട്ട് നമ്മൾ കെട്ടിയിട്ട് അതിനെ നമുക്ക് പറഞ്ഞ പോലെ ബ്രിക്കിന്റെ ഷേപ്പ്, ബ്രിക്ക് തന്നെ ആവണം എന്നില്ല കേട്ടോ. നിങ്ങൾ ആലോചിച്ചു, ഒരു ഫ്ലോർ മാറ്റ് പോലെ ഇതിന് കൊടുത്തൂടെ? നമ്മുടെ ഇപ്പൊ ആലോചിക്കും, ക്ലേ വെച്ചിട്ട് നമ്മുടെ സാധാരണ ഒരു റൂറൽ ഹൗസിംഗ് ആണെന്ന് വിചാരിക്കുക, ചളി വെച്ചിട്ടാണ് അവർ തറ പണിയണമെങ്കിൽ അവിടെ നമുക്ക് ഈ വൈക്കോലിന്റെ ഒരു ബെയിലിട്ട് കൊടുത്തിട്ട് അവിടെ ഈ ചളി ഇട്ടിട്ട് തന്നെ കോമ്പാക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതെന്തായി? റീൻഫോഴ്സ്ഡ് ക്ലേ വിത്ത് സ്ട്രോ ബെയിലായില്ലേ. അപ്പൊ ഏത് യൂണിറ്റിലും നിങ്ങളുടെ അനുസരിച്ച് ചെയ്യാം. അതുപോലെ ഇത് റൂഫിലും യൂസ് ചെയ്യാം. അതിലേക്ക് നമ്മൾ വരും കേട്ടോ, ആപ്ലിക്കേഷൻസ് ഇനി വരാൻ പോകുന്നേ. അപ്പൊ റൂഫിലും യൂസ് ചെയ്തൂടെ? ഇത് വൈക്കോല വെച്ചിട്ടൊക്കെ വീടുകളും ഒക്കെ ഇല്ലേ. പക്ഷെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും, തീയൊക്കെ വരുമ്പോൾ ഫയർ റെസിസ്റ്റന്റ് ഒന്നും അല്ല. അപ്പൊ അതൊക്കെ സൂക്ഷിച്ചൊക്കെ ചെയ്യണം. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, റൂഫിങ്ങിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇത്തിരി മോഡേൺ ആയിട്ടുള്ളതാണ് അല്ലെ, ബ്രിക്സ്, സ്ട്രോബെയിൽ വെച്ചിട്ടുള്ള ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടി ഈ മോഡേൺ ഹാർവെസ്റ്റിങ്ങിന്റെ ശേഷമാണ് വന്നതെന്നൊക്കെ പറയുന്നു. പിന്നെ നമുക്ക് ഫ്ലോറിങ് ഇതിൽ ഇത് യൂസ് ചെയ്യാം, പേവിങ്ങിൽ യൂസ് ചെയ്യാം, പേവിങ് ടൈലായിട്ടൊക്കെ യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇനി അതിന്റെ ബെയിൽ വെയിറ്റ്, അത് ഡെൻസിറ്റി ആൻഡ് മോയ്സ്ചർ ഡെൻസിറ്റി, അത് ഓരോന്നിലും വീറ്റിന്റെ ഡെൻസിറ്റി ആയിരിക്കില്ല റൈസിന്റെ. അപ്പൊ അങ്ങനെ അതിന്റെ ഡെൻസിറ്റി മോയ്സ്ചർ കണ്ടന്റ് അനുസരിച്ച് അതിന്റെ വെയിറ്റ് ഒക്കെ മാറും. ഓർഗാനിക് മെറ്റീരിയൽ ആണ് എന്നുള്ളത് നമുക്കറിയാം. കാർബൺ അതൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം ഫയർ, റോഡൻ, ഇൻസെക്ട് ഇൻഫെസ്റ്റേഷൻ, ഡീക്കെ ഒക്കെയാണ് അതിന്റെ പ്രശ്നങ്ങളായിട്ട് വരും. ഇത് കണ്ടോ? ഇത് കാണുന്നില്ലേ? പിക്ചർ കാണുന്നില്ലേ? അപ്പൊ ഇതൊരു ടെമ്പററി ഹൗസിംഗ് ആയിരിക്കാം. ഇത് കണ്ടോ? ഇത് മൊത്തം ഇവിടെ വേറെ ഇഷ്ടികയൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഓൺലി ദ സ്ട്രോ ബെയിൽസ്, എന്താ ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെ. The building blocks are typically entirely the straw bales. Straw bales are tightly packed. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് അതിന്റെ സംഭവം. ഇനി ഇതിൽ ഹേയും സ്ട്രോയും തമ്മിലുള്ള വ്യത്യാസം അത് ഞാൻ വെറുതെ വെച്ചതായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. ഇത് ശരിക്കും ആ സാറിന്റെ നോട്ടിൽ ഉണ്ടായിരുന്നില്ലേ? ഹേ എന്ന് പറയുന്നതില് ഇതാണ് പച്ചപ്പുല്ലിനെയാണ് നമ്മൾ ഹേ എന്ന് പറയാ. മനസ്സിലായോ? ഈ സ്ട്രോ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വൈക്കോല് അത് കുറച്ചും കൂടി അതിനെ ഒന്ന് സീസൺ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് യുവർ എന്താ പറയാ ദ ഹേസ് ആർ സീസൺ പ്രോപ്പർലി എന്തായി മാറും? സ്ട്രോ ആവും. അപ്പൊ സ്ട്രോ ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. കാരണം അതിൽ വാട്ടർ കണ്ടന്റ് പോയി കഴിഞ്ഞാലാണ് അതിന് കണ്ടോ, ഇത് കണ്ടോ ഗോൾഡൻ കളറിലൊക്കെ കണ്ടില്ലേ? അപ്പൊ ഇതൊക്കെ നല്ല ക്വാളിറ്റി, ഇതിൽ തന്നെ പൊട്ട ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കാറ്റൽ ഫീഡിന് വേണ്ടി കൊടുക്കും. ഇങ്ങനെയുള്ളതാണ് എന്തിനു യൂസ് ചെയ്യാൻ പാടുള്ളൂ? കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ? ഇനിയാണ് നമ്മൾ അതിന്റെ അപ്ലിക്കേഷനിലേക്ക് വരുന്നത്. അപ്പൊ ലോഡ് ബെയറിംഗിന് യൂസ് ചെയ്യും എന്ന് പറയുന്നു. അതുപോലെ ലോഡ് ബെയറിംഗ് വോളൊക്കെ ആയിട്ട് വോൾ യൂണിറ്റിൽ യൂസ് ചെയ്യും. അതുപോലെ നമ്മുടെ റൂഫിലും ലോഡ് ബെയറിംഗ് ഒരു റൂഫിംഗ് പ്ലേറ്റ് പോലെയൊക്കെ നമുക്ക് അതിനെ യൂസ് ചെയ്യാം. പേവിങ് പോർഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ലോഡ് ബെയറിംഗ് വരുന്നുണ്ടാവുക. പിന്നെ എന്താണ്, നമുക്ക് ഇതിനെ ഒരു ഫ്രെയിം പോലെ അല്ലെ, മരത്തിന് കട്ട്ള, നമ്മുടെ കട്ട്ള ഇല്ലേ, അതുപോലെയൊക്കെ വേണമെങ്കിൽ ഇതിനെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അത് ലൈറ്റ് ഫ്രെയിമിന്റെ സ്ഥാനത്ത് നമുക്ക് ഇതിനെ, കുഞ്ഞെ വീട്ടിലാട്ടോ പറയണേ, ചെറിയ വീടുകളിലെ കേസായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ ലൈറ്റ് വെയിറ്റ് ഫ്രെയിം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഇതൊക്കെ നമുക്ക് അവിടെ എത്തുമ്പോൾ നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? ഇത് എന്ന് പറയുന്നത് റൂഫിനെ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത്. അതിന്റെ പിക്ചർ ഇവിടെ വെച്ചിട്ടില്ല. പിക്ചർ കിട്ടുകയാണെങ്കിൽ നോക്കാം, ഞാനിത് സൈഡിൽ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇപ്പൊ ലോഡ് ബെയറിംഗ് എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ഓൾ റൂഫ്സ് അല്ലെ. ലോഡ് ബെയറിംഗ് ഇത് പറഞ്ഞാൽ ഇത് റൂഫിൽ നിന്ന് വരുന്ന വെയിറ്റ് എല്ലാം താങ്ങാനായിട്ട് ഇവിടെ കണ്ടോ, നമ്മുടെ വോളില് നമുക്ക് നേരത്തെ കണ്ടില്ലേ, അതാണ് മുകളിൽ നിന്ന് വരുന്ന റൂഫിന്റെ വെയിറ്റ് എല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് സ്ട്രോ ബെയിലിന്റെ building bricks. The straw bale based bricks could be
യൂസ്ഡ്. അത് ലോഡ് ബെയറിംഗ് ആയിട്ട് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് നോൺ ലോഡ് ബെയറിംഗ് അല്ല, പാർട്ടീഷന്റെ രീതിയിലല്ല, ലോഡ് എടുക്കാൻ തന്നെ അതിനെ പ്രാപ്തി ഉണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതിന്റെ ഒരു കംപ്രഷൻ ഫ്ലെക്സുറൽ ബെൻഡിങ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മേ ബി അത് നല്ല രീതിയിൽ കുഴപ്പമില്ലാത്തതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഇതിന്റെ ആശയം വന്നിട്ടുള്ളത് ഈ അമേരിക്കയിലെ USA ഇവിടെ ഒരു ആൾക്കാരാണ്, വർഷം എഴുതിയിട്ടില്ല. ഇനി ഇതിലെ എല്ലാ വെയിറ്റും എടുക്കും, അതിന് വിത്തൗട്ട് എനി സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക്, അതൊരു ടിമ്പറിന്റെയോ സ്റ്റീലിന്റെ ഫ്രെയിം വർക്ക് ഇല്ലാതെ തന്നെ ഈ പറയുന്ന ബെയിലിനെ ഈ ഇതിന്റെ വോൾ ഇത് എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സ്റ്റഡീസ് അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ഇപ്പൊ അതിന്റെ ഇടയിൽ ഫ്രെയിം എന്തൊക്കെയോ വെച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ട് തോന്നുന്നു, അതില്ലാതെ തന്നെ പറ്റും എന്നൊക്കെയാണ് അങ്ങനെയും സ്റ്റഡീസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ബിൽഡിംഗ് ബ്ലോക്സ് വെരി ക്ലോസ് ടുഗെദർ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ദെൻ ദ റൂഫ് പ്ലേറ്റ് ഈസ് ഫാസ്റ്റഡ് ടു ദ ഫൗണ്ടേഷൻസ് ആൻഡ് ബെയിൽസ് വിത്ത് കോപ്പർ. പറ്റാവുന്നൊക്കെ നോക്കുക, അതിൽ ഭയങ്കര വിശാലമായി എഴുതിയിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, ഇനി അതുപോലെ സ്ട്രക്ചറൽ ഫ്രെയിംസിന്റെ ഈ ഒരു സ്ട്രോ ബെയിൽ ബേസ് സ്ട്രക്ചറൽ ബോക്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വിൻഡോസും ഡോർസും ഒക്കെ പ്രോപ്പർലി പ്ലേസ് ചെയ്യാൻ പറ്റും. ദെൻ വിച്ച് ആർ പിൻ ടു ദി ബെയിൽസ്. മനസ്സിലായോ? ഈ ഡോർസും പാനൽസും ഒക്കെ നമുക്ക് അതിലേക്ക് പിൻ ചെയ്യാനൊക്കെയുള്ള പ്രൊവിഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. സിംപ്ലസ്റ്റ് ആണ്. അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അതിൻ്റെ ഒരു ഫിഗർ ആണ് ഇതിൽ. ഇതാണ് ലോഡ് ബെയറിംഗ് യൂണിറ്റ് ആയിട്ട് നമ്മുടെ സ്ട്രോ ബെയിൽസ് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അഡ്വാൻറ്റേജസ് നോക്കൂ, സിമ്പിൾ ആണ്, ഈസി ആണ്, നോൺ പ്രൊഫഷണൽസ്, വലിയ ആൾക്കാരെ ഒന്നും ആവശ്യമില്ല. ഇനി 1 to 2 സ്റ്റോറി ബിൽഡിങ്സ് ഒക്കെ ഇത് വെച്ചിട്ടുള്ള കേസ് സ്റ്റഡീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ഇത് വെച്ചിട്ട് കേർവ്സ് അല്ലേ, നമുക്കൊരു ജസ്റ്റ് ഒരു റെക്ടാങ്കുലർ പ്ലാൻ മാത്രമല്ലല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുക. റെക്ടാങ്കുലർ ബിൽഡിംഗ് മാത്രമല്ല, ഇത് വളച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ മോസ്ക് പോലത്തെ ആ രീതിയിൽ കർവ്ഡ് സർക്കിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്കിതിനെ ഡയമെൻഷൻസ് നമുക്ക് മീൻസ് അതിൻ്റെ കോൺഫിഗറേഷൻ നമുക്ക് ബിൽഡിംഗ് അത് ചെയ്യാൻ പറ്റും. ലേ ഔട്ട് എങ്ങനെ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റും എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ഗ്രേറ്റ് ഡിസൈൻ ഷേപ്പൊക്കെ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി ഡിസഡ്വാൻറ്റേജസ് അറിയാലോ. ഡിസഡ്വാൻറ്റേജസ് ഇവിടെ ഇതൊക്കെ പറയുന്നുണ്ട്. അതായത് എന്താണ്, സ്ട്രോ ഡ്രൈ ആയിട്ട് വെക്കണം ത്രൂ ഔട്ട് ദ ഹോൾ ബിൽഡിംഗ് പ്രോസസ്. പ്ലാസ്റ്റർ ചെയ്യണവരെ അത് ഡ്രൈ ആയിട്ട് തന്നെ വെക്കണം. നനവ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും, ഡീക്കേ വരില്ലേ, വൈക്കോല് നനവൊക്കെ വന്നാൽ ഫംഗൽ അറ്റാക്ക് ഒക്കെ വരും. അപ്പം അത് ഡ്രൈ ആയിട്ട് വെക്കണം. ദെൻ ലാർജ് ബിൽഡിങ്ങിൽ അത് പറ്റില്ല, ചെറിയ ബിൽഡിങ്ങിലല്ലേ പറ്റുള്ളൂ. ദെൻ അതിൻ്റെ ഓപ്പണിങ്സ് ഓഫ് ദ വിൻഡോസ് ആൻഡ് 50% ആ വോളിൻ്റെ 50%-നേക്കാൾ എക്സീഡ് ചെയ്യരുതെന്നുണ്ട് ഇതിൻ്റെ ഒരു ഇതിന്, ആ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇത് പറയുന്നു, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഉണ്ട്. ദെൻ മാക്സിമം 6 മീറ്റർ വരെയാണ് അതിൻ്റെ ലെങ്ത്ത്, വോൾ ലെങ്ത്ത് വരാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ പോരെ. ലൈറ്റ് വെയ്റ്റ് ഫ്രെയിം ആൻഡ് ലോഡ് ബിൽഡിംഗ്, ഇതിൽ കുറച്ചധികം എന്തൊക്കെയോ ഇത് ഇത്രയൊക്കെ പോകണോ അറിയില്ല. ഇത് സെയിം തന്നെയാണ് ഇതിൽ വരുന്നത്. ജസ്റ്റ് നോക്കാം നമുക്ക്. ഇവിടെ ഏതുവരെ എത്തി? നമ്മൾ ഇതുവരെ അല്ലേ എത്തിയേ? ഓക്കെ, ഇതിൽ ആദ്യം വന്നത് ഇതിൻ്റെ ലോഡ് ബെയറിംഗ്. അതിൽ കാരണം ഇവിടെ ഇവർ 4 ഇതല്ലേ പറഞ്ഞത്, ഡിഫറെൻറ്റ് മെത്തേഡ്സ്, 4 തരത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്ന പറയണേ. എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. ലോഡ് ബെയറിംഗ് എന്ന് പറയുമ്പോൾ അവർ ഇതാണ് ഈ ഒരു പോയിന്റ്സ് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ലോഡ് ബെയറിംഗ് ഇതിൻ്റെ മലയാളത്തിലുള്ളത് ഞാൻ അയച്ചു തരാം കേട്ടോ. ലോഡ് ബെയറിംഗ് അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ലൈറ്റ് വെയ്റ്റ് ഫ്രെയിം ആൻഡ് ലോഡ് ബെയറിംഗ് എന്നുള്ള രീതിയിൽ ഒരു ഒരു മെത്തേഡിൽ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിഗർ ഇല്ല, അതിൽ വെച്ചിട്ടില്ല പറഞ്ഞ പോലെ. അപ്പോൾ അത് നോക്കി നോക്കൂ. ഇതിൽ എന്ന് പറയുന്നത് ടിമ്പർ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് വെയ്റ്റ് ഫ്രെയിം കണ്ടോ, ഇവിടെ ഒരു ഫ്രെയിം, മറ്റേത് ഫ്രെയിംലെസ് ആയിരിക്കും, ഇത് ഫ്രെയിംലെസ് ആയിട്ടായിരിക്കും പറയുണ്ടാവുക ലോഡ് ബെയറിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു ലൈറ്റ് വെയ്റ്റ് ഫ്രെയിം വരുന്നുണ്ടെന്ന് പറയുന്നത്, ഒരു ടിമ്പറിൻ്റെ ഒരു ഫ്രെയിം വർക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു ടിമ്പറിൻ്റെ ഫ്രെയിം വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഏതായിരുന്നു ഫിഗർ, ഫോട്ടോ, ആ ഒരു പിക്ചർ, ഇത് കണ്ടോ, ഇതിലൊരു ടിമ്പറിൻ്റെ ഫ്രെയിം വർക്ക്. മിഥുൻ ഇത് കാണുന്നുണ്ടോ? ഹലോ, ആർദ്ര കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഇതില് കണ്ടോ, ഇതില് ടിമ്പർ ഫ്രെയിം വർക്ക്. ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലെ? സൗണ്ട് ഒക്കെ ഇല്ലേ? ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഇത് കണ്ടോ, ഇതിലൊരു ഫ്രെയിം പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷെ അതിൽ ആദ്യത്തെ നമ്മൾ ഫ്രെയിംലെസ് എന്ന് പറയുന്നു, ലോഡ് ബെയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഇട്ടു. ഇനി അടുത്തതില് ഇത് കണ്ടോ, ഇതിലൊരു ലൈറ്റ് വെയിറ്റ് ഫ്രെയിം കൊടുക്കുന്നത്, ഒരു ടിമ്പർ ഫ്രെയിം വർക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാറുണ്ട്. It cannot stand up alone. അങ്ങനെ it uses a timber framework that is so lightweight that it cannot stand up. അതായത് ഒരു കട്ടി കുറഞ്ഞ ടിമ്പർ ഫ്രെയിം വർക്ക് നമ്മൾ കൊടുക്കുകയാണ്.
മനസ്സിലായി? അതാണ് ലൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അതിനൊറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതിലേക്ക് എന്താണ് സ്റ്റഫ് ചെയ്യാൻ പോണത്? നമ്മുടെ സ്ട്രോ ബെയിൽസ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന തരം വർക്കിനെയാണ് നമ്മൾ ലൈറ്റ് വെയിറ്റ് ഫ്രെയിം ആൻഡ് ലോഡ് ബെയറിംഗ്. ആ രീതിയിലൊക്കെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇനി ഇത് സ്ട്രോ ആണ് അതിൽ വരാൻ പോകുന്നത്. അത് രണ്ടും കൂടിയിട്ട് ആവുമ്പോൾ അതിന് ഫ്ലോറിന്റെയും റൂഫിന്റെയും 2 സ്റ്റോറിയുടെ ഒക്കെ ആകുമ്പോൾ ഫ്ലോറ് റൂഫും ഒക്കെ അങ്ങനെയൊക്കെ വരില്ലേ, വെയിറ്റുകളൊക്കെ വരും. മനസ്സിലായില്ലേ? അപ്പൊ അതിലൊക്കെ നമുക്കിത് ഈ ഒരു ഇതാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. ഇനി ടിമ്പർ പോസ്റ്റ് കോർണേഴ്സിലൊക്കെ കൊടുക്കും. അതുപോലെ നമ്മുടെ വിൻഡോയുടെയും ഡോറിന്റെയും ഒക്കെ അവിടെയൊക്കെ ഫ്രെയിം കട്ടില പോലെയൊക്കെ കൊടുക്കും. എന്നിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കംപ്രഷൻ ഓഫ് ദി സ്ട്രോ ബെയിൽ എസെൻഷ്യൽ കംപ്രസ് ആവുന്ന രീതിയിലായിരിക്കും അതിന്റെ ലോഡ് ക്യാരി മെക്കാനിസം ഒക്കെ വരുന്നുണ്ടാവുക. അപ്പൊ അതാണ് ലൈറ്റ് വെയിറ്റ് ഫ്രെയിം ആൻഡ് ലോഡ് ബെയറിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അതിന്റെ സ്റ്റെബിലിറ്റി ഈ ഒരു മെത്തേഡിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ പിൻ ചെയ്യണം. ബെയിൽസ് ആർ പിൻഡ് എക്സ്റ്റേണലി ആൻഡ് പിൻസ് ആർ സെക്യൂർ ടു ദി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് നമ്മളതിനെ പിന്ന് ചെയ്ത് വെക്കുന്നുണ്ടാവും ഫിക്സ് ചെയ്യാനായിട്ടേ. മനസ്സിലായോ? അല്ല കയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിലേക്ക് ആ ഫ്രെയിമിലേക്ക് മേ ബി അത് പിൻ ചെയ്ത് വെക്കുന്നുണ്ടാവും. നമ്മൾ പിന്നെ കുത്തണ പോലെ തന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലും. ഓക്കെ, ഇനി ഇത് പിന്നെ അതിന് കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇത് നോക്കി പഠിക്കുക. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കുക. റൂഫ് ക്യാൻ ബി ബിലോ ദ സ്ട്രോ. The roof can be constructed before the straw is placed providing എക്സ്ട്രാ വെതർ. അപ്പൊ ഇതിൽ പറഞ്ഞ പോലെ ബിഫോർ ദ സ്ട്രോ ഈസ് പ്ലേസ്ഡ്. കാരണം നമ്മൾ ടിമ്പറിന്റെ ഫ്രെയിം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ റൂഫ് എന്ന് പറയുന്നത് സ്ട്രോ വരുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് ഇതിന്റെ ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാമല്ലോ. അപ്പൊ അതൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ അല്ലേ? ഫ്രെയിം വർക്ക് ആൻഡ് പോസ്റ്റ് ക്യാൻ ബി ഓഫ് സൈറ്റ് ആയിട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രീ കാസ്റ്റ് പോലത്തെ കൊണ്ടുവന്നിട്ട് അതിന്റെ ശേഷം നമ്മുടെ സ്ട്രോ ബെയിൽസിനെ അതിൽ അസംബിൾ ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ? ഇനി അതിന്റെ വാസ്റ്റ്ലി റെഡ്യൂസസ് എമൗണ്ട്. ടിമ്പർ കുറയ്ക്കാം. കാരണം കൂടുതൽ അതിൽ എന്താ വന്നിട്ടുള്ളത്? ഈ സ്ട്രോ ബെയിലല്ലേ. മനസ്സിലായോ? അപ്പൊ ടിമ്പർ ജസ്റ്റ് ഒരു സപ്പോർട്ടിന്, പക്ഷെ ലോഡ് എടുക്കുന്നത് നമ്മുടെ സ്ട്രോ ബെയിൽസ് തന്നെ. ഗ്രേറ്റർ സ്റ്റെബിലിറ്റി ആണ് എന്നൊക്കെ പറയുന്നു. ദെൻ ഈ ഒരു സ്റ്റൈലിൽ കോംപ്ലിക്കേറ്റഡ് ആണ് കൺസ്ട്രക്ഷൻ. ഗ്രേറ്റർ ടെക്നിക്കൽ എബിലിറ്റി വേണം എന്നൊക്കെയാണ് ഇത് രണ്ടാമത്തെ മെത്തേഡിന്റെ പ്രത്യേകത. ഇനി അടുത്ത് ഇൻഫിൽ സ്റ്റൈൽ പോസ്റ്റ് ആൻഡ് ബീം ആൻഡ് ടിമ്പർ ഫ്രെയിം. ഇതെന്ന് പറയുന്നത് സ്റ്റഡ് വാൾസ് നമുക്ക് നാളെ ക്ലാസ്സിൽ പറയാം. ഇതൊന്ന് നോക്കിയിട്ട് വന്നോളൂ. പറഞ്ഞ പോലെ ഞാനും കുറച്ചും കൂടി നോക്കിയിട്ട് നാളെ വരാം കേട്ടോ. ഇൻഫിൽ സ്റ്റൈൽ പോസ്റ്റ് ബീം ഫ്രെയിം ഇതൊന്നും നാളെ എല്ലാവരും ഞാൻ മലയാളത്തിലുള്ളത് അയക്കാം. ഇതിന്റെ പിക്ചറൊക്കെ എവിടെയാണ് വരുന്നത്? ഇതിലെവിടെ സ്ട്രോ ബെയിൽ കണ്ടോ? ഇതിന്റെ ഉള്ളിലൊക്കെ തോന്നുന്നു കൊടുത്തിരിക്കണേ. ഇതൊരുമാതിരി ടൈപ്പ് പാർട്സ് ഒക്കെ പോലെ എന്തോ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നാളെ നോക്കാം. ഇതിപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് നാളെയാണ് നമ്മൾ നോക്കുക. ഇനി അടുത്ത് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ വരുന്നത്? ഹൈബ്രിഡ് സ്ട്രോ ബെയിൽ കൺസ്ട്രക്ഷൻ കമ്പൈൻസ് ലോഡ് ബെയറിംഗ് ഓർ ഇൻഫിൽ സ്ട്രോ ബെയിൽസ് വിത്ത് സ്ട്രക്ചറൽ ഫ്രെയിം ടിമ്പർ സ്റ്റീൽ ഓർ കോൺക്രീറ്റ്. അല്ലെ, ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് നേരത്തെ പറഞ്ഞു ടിമ്പറിന്റെ ഫ്രെയിം ആണെന്ന് പറഞ്ഞു. ഇനി സ്റ്റീലോ കോൺക്രീറ്റും കൂടി അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൈബ്രിഡ് ആയില്ലേ, 2 തരം മെറ്റീരിയൽസ് വരുന്ന രീതിയിൽ. അപ്പോൾ സ്ട്രക്ചറൽ ഫ്ലെക്സിബിലിറ്റി കൂടും അല്ലെ. അപ്പൊ അതായത് വൈക്കോൽ എന്ന് പറയുന്നത് മേ ബി 50% ഉണ്ടാവുള്ളൂ. 50% ടിമ്പറോ അല്ലെങ്കിൽ സ്റ്റീലോ അല്ലെങ്കിൽ കോൺക്രീറ്റോ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫിഗർ ഇല്ല. ഫിഗർ ഞാൻ നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാം. അത് മോഡേൺ ഗ്രീൻ ബിൽഡിങ്ങിലെ അപ്രോച്ചിൽ വളരെ നല്ലതാണ്. ദെൻ ബിക്കോസ് ഇറ്റ്ലി മീൻസ് കമേഴ്ഷ്യൽ ബിൽഡിംഗ് കോഡ്സ് ആൻഡ് അലോസ് ഫോർ മേ ബി അത് കോഡൽ പ്രൊവിഷനിൽ ഇമ്പാർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കാം, അറിയില്ല. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ പേര് ഹൈബ്രിഡ് സ്ട്രോ ബെയിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്ട്രോ ബെയിലിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? എന്താണ് സ്ട്രോ ബെയിൽ എന്നുള്ളത് പഠിച്ചു. സ്ട്രോ ബെയിൽ അല്ലേ, സ്ട്രോ ബെയിൽ എന്താന്ന് പഠിച്ചു. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ പഠിച്ചു. അതിന്റെ ശേഷം സ്ട്രോ ബെയിലിനെ പറ്റിയിട്ട് അതിന്റെ പ്രിപ്പറേഷൻ, സ്ട്രോ ബെയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മളതിന്റെ ഹേയും സ്ട്രോയും, ഹേ എന്ന് പറയുമ്പോൾ പച്ച വൈക്കോല്, മറ്റേന്ന് പറയുമ്പോൾ ഉണങ്ങിയതാണ് നമ്മൾ യൂസ് ചെയ്യുക സീസണൊക്കെ ചെയ്തിട്ട്. ഇനി 4 തരത്തിലുള്ള എന്തുണ്ട് സ്ട്രോ ബെയിൽ കൺസ്ട്രക്ഷൻ ഉണ്ട്. ഇതാണ് 4 പഠിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്, സസ്റ്റൈനബിൾ ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് എർത്തൺ മെറ്റീരിയൽ. സിലബസിൽ പറയുന്നത് എർത്തൺ മെറ്റീരിയൽ. ആര് വന്നിട്ടുണ്ടല്ലോ? പ്രസല് ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. പ്രസല് ലേറ്റ് ആയല്ലോ. ബാക്കിയുള്ളത് റെക്കോർഡ് ക്ലാസ് കേട്ട് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് ഇത്ര നേരം എവിടെയായിരുന്നു? ശരി, ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇത് അതിനേക്കാളും വലിയ പരിപാടിയത്. അപ്പൊ ഇത് സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് കേട്ടോ. അപ്പൊ അതിൽ എർത്തൺ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇപ്പൊ പറയുന്നത്. അപ്പൊ ഇതില്
എർത്തേൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മണ്ണിൽ നിന്നും വരുന്നതാണ് നമ്മുടെ എർത്തേൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പം മഡ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്കറിയില്ലേ, മണ്ണ് വെച്ചിട്ട് കണ്ടോ ചവിട്ടി കുഴിക്കുന്ന കണ്ടില്ലേ. ഈ മണ്ണ് ബിൽഡിംഗ് യൂണിറ്റിലായി കഴിഞ്ഞാൽ കണ്ടോ ഈ ചിത്രങ്ങൾ കണ്ടോ, മണ്ണ് വെച്ചിട്ടുള്ളത് കണ്ടോ, സസ്റ്റൈനബിൾ ഹൗസിംഗ് എന്ന് പറയുന്നത് അല്ലേ. പണ്ടത്തെ റൂറൽ ഹൗസിങ്ങും പണ്ടത്തെ വീടുകൾ, പണ്ടത്തെ കാലത്തൊന്നും ഇല്ല സിമെന്റും സിമെന്റ് ബ്ലോക്സും ബ്രിക്ക് വരെ ഇല്ല. കാരണം ഇഷ്ടികയൊക്കെ തന്നെ ഉണ്ടാവും, സൺ ഡ്രൈഡ് ബ്രിക്സ് ആയിരിക്കും. ഇതേപോലെ ഇഷ്ടിക ചൂളകളൊക്കെ തന്നെ മേ ബി വളരെ പണ്ട് കാലത്തൊന്നും ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവോ എന്നറിയില്ലല്ലോ. മീൻസ് അപ്പോൾ ഇതൊക്കെ ആയിരിക്കും പണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് സാധാരണക്കാർക്ക് കേട്ടോ, വലിയ റോയൽ ആൾക്കാർക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ അങ്ങനത്തെ രീതിയിലുള്ളതിനെയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ മണ്ണ് യൂസ് ചെയ്തിട്ട് എർത്ത്, വൈക്കോലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് എർത്ത് നിന്ന് കിട്ടുന്ന മെറ്റീരിയൽ, അപ്പം അത് മഡാണ്. മഡ് വെച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് തന്നെയാണ് ഇവിടെ കൂടുതൽ ഈ ഒരു പോർഷന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കി, ഇത് വെച്ച് കൃഷിയല്ല എന്താ പറയുക, ഇത് വെച്ചിട്ട് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാം. ഇത് വെച്ചിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടോ, ഇത് അവർ ഈ ഒരു ഷേപ്പിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. റൂഫിൽ യൂസ് ചെയ്തിട്ടുണ്ട്, വോളിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഫൗണ്ടേഷനിൽ കല്ലിടണം, അതിന് കോളത്തിലും ടിമ്പർ ആകണം വേണ്ട, അങ്ങനെ എന്തെങ്കിലും വോളിലൊക്കെ എന്തായാലും അത് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ. അതിന് തന്നെ രണ്ട് കോബും അഡോബും എന്ന് പറയുന്ന രണ്ട് സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ നമ്മുടെ വൈക്കോലിന്റെ ആൾക്കാരാണ്. കോബിന്റെ എന്ന് പറയുമ്പോൾ, കോബ് എന്ന് പറയുന്നത് ചളിയും മണലും വൈക്കോലും ചേർന്നിട്ടുള്ള അതിനെയാണ് കോബ് എന്ന് പറയുക. നാച്ചുറൽ ബൈൻഡിങ് മെറ്റീരിയൽ മെയ്ഡ് ഓഫ് എന്താണ്, ക്ലേ, സാൻഡ് ആൻഡ് നമ്മുടെ സ്ട്രോ, വെള്ളം കൂടി ചേർത്തിട്ട് വരുമ്പോഴാണ് അതിനെ കോബ് എന്ന് പറയുക. അപ്പൊ മണ്ണ് തന്നെയാണ് അതിന്റെ ബേസ് അല്ലെ. ഇനി മറ്റതിൽ എന്തായിരുന്നു, ഇത് അഡോബ് എന്ന് പറയുന്നത് എന്താണ്, അതിലെന്ന് പറയുന്ന വെള്ളവും ചളിയും ഇത് മാത്രം, മണലില്ല. ഇതാണ് നമ്മുടെ കളിമണ്ണും വെള്ളവും വൈക്കോലിന്റെ ഇതും കൂടി ചേരുമ്പോഴാണ് അതിനെ അഡോബ് എന്ന് പറയുന്നത്, അഡോബ് എർത്ത് വോള്. ക്ലിയർ അല്ലേ. അപ്പൊ അതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോണേ കേട്ടോ. ഇതിൽ കുറേ ടേംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ, അപ്പൊ ഇടയ്ക്കൊന്നും വായിച്ചില്ലെങ്കിൽ ഒന്നും ഓർമ്മയുണ്ടാവില്ലേ. വെറുതെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ളത്, മാർക്ക് കിട്ടും എന്നുള്ളതും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല അല്ലേ. അപ്പൊ നന്നായി പഠിക്കുക തന്നെ. അപ്പൊ ഇതിലെന്താണ് എർത്ത് മെറ്റീരിയൽ എന്ന് പറയുന്നത്, മഡ് കൺസ്ട്രക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ലെസ് എനർജി അല്ലേ ആലോചിക്കണം വരുന്നു. നിങ്ങൾ ആലോചിച്ച് പറഞ്ഞ പോലെ താബൂക്ക് അല്ലെങ്കിൽ ഹോളോ ബ്രിക്സിന്റെ ഒരു ഇഷ്ടിക ഉണ്ടാക്കുമ്പോൾ എത്ര എനർജി ചെലവുമോ അതിനേക്കാൾ എത്ര തുച്ഛമായിരിക്കും ഈ ജസ്റ്റ് ഈ മണ്ണ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ. അവിടെ വേറെ ഒന്നും ഇല്ല, ഒരു മെഷീനറി ഒരാൾ ചവിട്ടി കുഴിച്ച് അത് വെച്ചിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റപ്പാക്കി ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തില്ല, ഒരു എനർജി ഒന്നും ഇല്ല. ഒരു ഇലക്ട്രിക്കൽ എനർജി യൂസേജോ അല്ലെങ്കിൽ വേറെ മെഷീൻ കറക്കലോ അങ്ങനെയൊന്നും ഒക്കെ വരുമ്പോഴല്ലേ എനർജി വരുന്നത്. അപ്പം അതാണ് ഫസ്റ്റ് പോയിന്റ്, ലെസ് എനർജി ഇൻറ്റൻസീവ് ആണ്. ഏത് കണ്ടീഷനിലും നമുക്ക് ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷനിൽ യൂസ് ചെയ്യാം അല്ലേ. ഒരു മണ്ണിൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു കിട്ടുന്നൊരു കുളിർമ നമുക്ക് വേറെ ഇതിൽ കിട്ടുമോ. അപ്പം അതുകൊണ്ടാണ് ഇതിനെ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ക്ലിയർ. ഇനി എർത്ത് എന്ന് പറയുന്നത് എന്താണ്, വൺ ഓഫ് ദി മാൻസ് ഓൾഡസ്റ്റ്, അതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. മണ്ണ് വെച്ചിട്ടാണ് പണ്ട് കാലം മുതലേ, സ്ട്രോങ് ആണ്, ചീപ്പാണ്. ഈ മണ്ണ് വെച്ചിട്ടാണെങ്കിലും മണ്ണിങ്ങനെ ചുട്ട ഇതായിരിക്കും, ബേൺഡ് ഇതാണ്, വെറുതെ പച്ച മണ്ണല്ല. എന്താ ചെയ്യുക, അവരതിനെ ഒന്ന് ഇതൊക്കെ ചൂളയിലൊക്കെ വെച്ചിട്ട് ഇതാക്കിയിട്ടൊക്കെയാണ് ആ മണ്ണിനെ സെറ്റ് ചെയ്യുക അല്ലേ. അപ്പം അതിനൊരു രീതി അത് ഒക്കെയാണ് വരുന്നത്. ഇനി എന്താ പറയുക, ഇവിടെ പറഞ്ഞ പോലെ ബ്രിക്ക്, സിമെന്റ്, സ്റ്റീൽ, കോൺക്രീറ്റിനൊക്കെ ഉണ്ടാക്കാൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള എനർജി ഒന്നും ഇതിന് വേണ്ട. ഇനി അങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നത്. റിലേറ്റീവ് പ്ലേസസ്, മണ്ണ് ചളി കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് മൈനിങ് പറഞ്ഞ പോലെ ക്ലേയുടെ ഒക്കെ രീതിയിൽ അതിനെ ഡിഗ് ചെയ്തെടുത്ത് എവിടെയാണോ ക്ലേ കണ്ടന്റ് കൂടുതൽ അവിടെ നിന്ന് എടുത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് അതൊക്കെ വരുന്നത്. ലോക്കലി അവൈലബിൾ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ചളിക്ക് വേണ്ടി നമുക്ക് വേറെ എവിടെ നിന്നും അങ്ങനെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പണ്ടൊക്കെ അത് ഉണ്ടായിരുന്നു, അടുത്തുനിന്നൊക്കെ തന്നെ കിട്ടും. അത് വെച്ചിട്ട് അവർ അടുത്തൊരു അല്ലേ. നമ്മുടെ ഇതെന്തായിരുന്നു പറയുന്നത്, ഗാന്ധിജി പറഞ്ഞത് എന്തായിരുന്നു, ആർക്കെങ്കിലും അറിയോ? ഗാന്ധിജി പറഞ്ഞത് എന്താണ് വീട് വെക്കുന്നതിന് കാര്യത്തിനെ പറ്റിയിട്ട്? ആദിത്യ ഹർഷ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഹർഷയുണ്ട് ഇവിടെ? ആദിത്യ TD മൈക്കൊന്ന് ഓൺ ചെയ്യൂ. ഇല്ലേ ആദിത്യ? ഇല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആര്യ ഹർഷയാണോ ആദിത്യയാണോ? എന്തായിരുന്നു ആ ടോക്കിൽ അച്യുത് ശങ്കർ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ശ്രദ്ധിച്ചില്ലേ? എന്തെങ്കിലും പറയണ്ടായിരുന്നു ഗാന്ധിജിനെ പറ്റിയിട്ട്? ഗാന്ധിജിയാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഹൗസിങ്ങിനെ പറ്റിയിട്ട് വളരെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീട് വെക്കാൻ
1 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നുള്ള റിസോഴ്സസ് മാത്രമേ യൂസ് ചെയ്താൽ നല്ലതാണ്, പാടുള്ളൂ എന്നല്ല. കാരണം അത് നമുക്കറിയാം, നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യാം, ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പറയുക, ഇവിടുന്ന് കൊണ്ടുവരേണ്ട, രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരണമെന്നില്ല, ടൈല് രാജസ്ഥാൻ മാർബിൾ വേണമെന്നില്ല, നമ്മുടെ നാട്ടിലുള്ളത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ ചെയ്യണേ, യു ആർ കോൺട്രിബ്യൂട്ടിങ് ടു ദി റിഡക്ഷൻ ഓഫ് കാർബൺ ഫുട് പ്രിന്റ്. അതാണ് അതിൻ്റെ അർത്ഥം. കാർബൺ ഫുട് പ്രിന്റ്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, ഈ വണ്ടി രാജസ്ഥാനിൽ നിന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഗാന്ധിജി അത് പണ്ടേ മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്, നമ്മുടെ വീട് വയ്ക്കാൻ 1 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നുള്ള റിസോഴ്സസ്, റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ? ഇതിപ്പോൾ ഞാനും പറഞ്ഞ പോലെ സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെന്താണ്, അതൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് റിലേറ്റീവ്ലി ഡ്രൈ ആൻഡ് മഡിന് എന്താണ് കംഫർട്ടബിൾ. ഈ കുറേ ലൈഫ് സ്പാൻ ഒക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും മഡല്ലേ, പക്ഷേ മഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പോൾ മഡ് ഹൗസ് കൺസ്ട്രക്ഷൻ സിമ്പിൾ നാച്ചുറൽ മെറ്റീരിയൽ ആണ്, ഡിഗ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് അതിൻ്റെ കൂടെ വെള്ളത്തിൽ നമ്മൾ വെള്ളം കൂടി ചേർക്കും. എന്നിട്ട് അതിൽ ഹേയോ അതുപോലെ പാഡി, ഈ ഡ്രൈഡ് ഫൈബറോ, റീസൈക്ലിംഗ് ഗാർബേജ്, നമ്മുടെ കരിയിലകളൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഇടാം. കണ്ടോ, അതിൽ വൈക്കോൽ അവർ ചേർക്കുന്ന കണ്ടില്ലേ. അപ്പം മഡ് ഹൗസ് എന്ന് പറയുന്നത് ഡ്യൂറബിൾ ആണ്, എയർ കണ്ടീഷൻ സിസ്റ്റം പോലെയാണ് അല്ലേ, നല്ല കൂളിംഗ് ഇഫക്റ്റ് അല്ലേ ഉണ്ടാവുക. അപ്പം അതാണ് എർത്ത് ആൻഡ് മെറ്റീരിയൽ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയണ്ടല്ലോ, എനർജി കൺസപ്ഷൻ പറഞ്ഞ പോലെ മിനിമം ഫോസിൽ എനർജി ഈസ് കൺസ്യൂംഡ്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് വലിയ ഇതൊന്നും വേണ്ടല്ലോ, അത് നമുക്ക് അത്രയൊന്നും വേണ്ട. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മണ്ണൊന്ന് ചൂടാവാനായിട്ട് നമുക്ക് വിറക് വെച്ച് തന്നെ ഗ്യാസിൽ വെക്കണമെന്നില്ലല്ലോ, അങ്ങനെ ആലോചിച്ചാൽ മതി. ആ ഫോസിൽ ഫ്യൂൽ എനർജി നമുക്ക് ഇതിനെ ചൂടാക്കണം എന്ന് വിചാരിക്കാം. നമ്മുടെ ഇഷ്ടിക ചൂളയിലൊക്കെ അവർ വിറകൊക്കെ കത്തിച്ചിട്ട് ഫയർ, എന്താ പറയുന്നത്, വുഡ് ബേൺ ഫയർ, അങ്ങനത്തെയൊക്കെ വെച്ചിട്ട് ചെയ്യാമല്ലോ. കാരണം അത്ര ഒരു കമ്പഷൻ അത്ര വരുന്നില്ല. ഇത് ചൂടാവാനൊന്നായിട്ടും ഈ മണ്ണ് ചൂടാവണ്ടേ, മണ്ണ് ചൂടായിട്ടല്ലേ മണ്ണിൻ്റെ ആ രീതിയിൽ വരുന്നുണ്ടാവുക. മനസ്സിലായോ? മണ്ണ് കട്ട നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എയർ ഡ്രൈ ചെയ്യാം, സൺ ഡ്രൈ ചെയ്യാം. പിന്നെ അതിനെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് എന്താ പറയുന്നത്, ബേൺഡ് ആക്കണമെങ്കിൽ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള നാച്ചുറൽ ഗ്യാസോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിൽ മണ്ണ് വെച്ചിട്ട് നമ്മൾ നല്ല കട്ടിയുള്ള ഇഷ്ടിക ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതിന് മിനിമം ഫോസിൽ എനർജി യൂസേജേ വരുന്നുള്ളൂ. മനസ്സിലായോ? ഇനി റീസൈക്ലിംഗ് പറ്റും. റീസൈക്ലിംഗ് ഓഫ് ദ സോയിൽ ഡസ് നോട്ട് കൺസ്ട്രക്ഷൻ റീസൈക്ലിംഗ് ഓഫ് മോഡേൺ മെറ്റീരിയൽസ് ഈസ് എക്സ്പെൻസീവ്. റീസൈക്ലിംഗ് ഡസ് നോട്ട് നീഡ് ഫോസിൽ ഫ്യൂൽ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ സർക്കുലർ എക്കണോമിയുടെ രീതിയിൽ നമുക്ക് ആലോചിക്കാം. അപ്പം അങ്ങനെ റീസൈക്ലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അല്ലെ, ചില തന്നെ ഇപ്പോൾ ചില ഇഷ്ടിക, മണ്ണിൻ്റെ ഇഷ്ടിക പൊടിഞ്ഞു വീണമെന്ന് വിചാരിച്ചോ, അതന്നെ നമുക്ക് റീസൈക്കിൾ ചെയ്തൂടെ? മനസ്സിലായോ? ഇപ്പം നമ്മുടെ ഈ താബൂക്കൊക്കെ റീസൈക്കിൾ ചെയ്യണേക്കാളും എത്ര എളുപ്പത്തിൽ നമുക്ക് ഒരു മണ്ണ് വെച്ച വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള സ്ക്രാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് റീസൈക്കിൾ ചെയ്തൂടെ? അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇത് അബണ്ടൻ്റ് ആയിട്ട് കിട്ടും. ഹൗസിംഗ് ഡിമാൻഡാണ്, ഹ്യൂജ് ഡെഫിസിറ്റ് ഓഫ് ഹൗസിംഗ് ഡിമാൻഡ് ലിങ്ക്ഡ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. ഇത് എന്ന് പറയുന്നത് ഹൗസിംഗ് കൂടുതൽ വർദ്ധിച്ചു വരുന്ന വീടിൻ്റെ ഡിമാൻഡിന് വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ പല വെറുതെ മണ്ണ് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് കോബ്, അഡോബ് രീതിയൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതാണ് കോബ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഇത് കണ്ട, ഇതിപ്പോൾ കോബ് തന്നെയാണോ നമുക്ക് ഉറപ്പില്ല. ഈ പടങ്ങൾ ഇത് വരയ്ക്കുക കേട്ടോ, സ്കെച്ചുകൾ വലതുഭാഗത്തുള്ള ആ സ്കെച്ചുകൾ എന്തായാലും ഇതിൽ വരയ്ക്കണം. ഇത് അസൈൻമെൻ്റ് ആയിട്ട് എഴുതണം. പടം മാത്രം വരച്ചാൽ മതി. സ്കെച്ച് ദ കോബ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. കോബ് എന്ന് പറയുന്നത് വാട്ട് ഈസ് കോബ് എന്നും അതിൻ്റെ ഒരു പടവും വരച്ചു വെച്ചോ. അപ്പോൾ അത് അസൈൻമെൻറ്റിൽ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. കോബ് എന്ന് പറയുന്ന നാച്ചുറൽ ബിൽഡിംഗ് മെറ്റീരിയൽ മേഡ് ഓഫ് സബ്സോയിൽ. ക്ലേയും സിൽട്ടും എന്തായിരുന്നു, ഫൈൻ ഗ്രെയിൻ സോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജിയോടെക്കിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതും സാൻഡും നമ്മുടെ വൈക്കോലിൻ്റെ കച്ചിത്തുരുമ്പ്, ഹെമ്പ് എന്നും പറയും, ഇത്രേനെ വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതൊരു അപ്ലൈഡ് ആസ് എ ഹാൻഡ് ഫോംഡ് ലംസ് തിക്ക് സ്കൾപ്ചർ പോലെ ഒരു പ്രതിമ പോലെ നമുക്കതിനെ ഇതാക്കിയെടുക്കാമല്ലോ. മനസ്സിലായോ? ക്ലേ മാത്രമാണെങ്കിൽ അതൊരു ഇത് വരില്ല. അപ്പോൾ ക്ലേയും സാൻഡും ഇതൊക്കെ കൂടി ചെയ്ത് വെള്ളം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിനെ ഒരു ഇത് ഉണ്ടാക്കി, ഒരു മതിൽ പോലെ ഉണ്ടാക്കി. ആ മതിൽ പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ മതിലിൽ നമ്മൾ എന്ത് ചെയ്യും, വെയിലത്ത് വെച്ച് ഉണങ്ങുണ്ടാവും. മനസ്സിലായോ? ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ക്യൂറിങ് ചെയ്യുന്നുണ്ട്, വല്ല ചാക്കൊക്കെ നനച്ച് വെച്ച് കഴിഞ്ഞാൽ മേ ബി അതിന് ക്യൂറിങ്ങും കിട്ടുന്നുണ്ടാവും. അതൊന്നും ഇതിൽ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും അതിനെ ക്യൂറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി സ്റ്റേബിളാക്കി ആവാനായിട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം എന്തായാലും അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോബ് എന്ന് പറയുന്നത്. അപ്പോൾ കോബ് എന്ന് പറയുന്നത് അപ്ലൈഡ് ആസ് ഹാൻഡ് ഫോംഡ് ലംബ് സ്കൾപ്ചർ ലോഡ് ബെയറിംഗ് എർത്ത് വോൾ. കണ്ടോ, ഈ കോബ് രീതിയിൽ എർത്ത് വോൾസ്, റിട്ടേണിങ് വോള് അല്ലെങ്കിൽ പാർട്ടീഷൻ വോള് പോലെയൊക്കെ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്.
അപ്പൊ അതിന്റെ ഗുണം എന്താണ്? തെർമൽ മാസ് ആൻഡ് ഹ്യൂമിഡിറ്റി റെഗുലേഷൻ ഒക്കെ നല്ലതാണ്. മനസ്സിലായോ? അപ്പൊ അത് കണ്ടോ. ഇനി കോബ് എന്ന് പറയുന്നത് ഹൈറ്റ് എക്സെപ്റ്റ് ഹൈറ്റ് അധികം വരാൻ പറ്റില്ല തോന്നുന്നു. ലോ ഹൈറ്റിനാണ് അത് കുറച്ചും കൂടി പറ്റുള്ളൂ. ദെൻ അത് അല്ലേ ഒരു അരമതിലൊക്കെ കിട്ടാനായിരിക്കും നല്ലതുണ്ടാവുക. ദെൻ കർവ്ഡ് റൗണ്ട് വോളിനായിരിക്കും അത് നല്ലതുണ്ടാവുക എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ഇതായിരിക്കും ഈ ആദ്യത്തെ പിക്ചർ ആയിരിക്കും ചിലപ്പോൾ കോബ് എന്ന് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. മേ ബി ഇതും കോബ് ആയിരിക്കാം കേട്ടോ. അടുത്തത് കൺസ്ട്രക്ഷൻ ഓഫ് കോബ്. ഇത് നമുക്ക് നാളെ പറഞ്ഞാൽ മതിയോ? കൺസ്ട്രക്ഷൻ ഓഫ് കോബ് നാളെ നമുക്ക് നോക്കാം. അടുത്തേക്ക് വേഗം പോവാം. റാംഡ് എർത്ത്. അപ്പൊ നാളെ അത് ഞാൻ ചോദിക്കും. അപ്പൊ അതും കൂടി നോക്കിയിട്ട് വരണം കേട്ടോ. റാംഡ് എർത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? അതില് ഗ്രാവല്, സാൻഡ്, സിൽട്ട്, ക്ലേ അത് വെള്ളമായിട്ട് അതിൽ 5 to 10% സിമെന്റ്. ഇപ്പൊ കഴിയും. എന്താ ആരത്? ആരെന്തോ പറഞ്ഞല്ലോ, നിർത്താനാണോ പറഞ്ഞേ? ആരായിരുന്നു? റസലാണോ? ഞാനല്ല. ഓ, എന്നാ ഞാനിതിപ്പോ തീർക്കാം. നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ? എന്തായാലും ഞാനിതിപ്പോ തീർക്കൂട്ടത്. അപ്പൊ അതെന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ടില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാന്ന് വെച്ചിട്ടാ മിസ്സേ. ഇതാരത്? ഞാൻ 8:10 കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വന്നത്. ഞാൻ 8:10 മുതൽ 8:20 വരെ ഭക്ഷണം കഴിച്ച് ഓടിക്കതച്ച് വന്ന് ChatGPT നോക്കി നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ളത് ഇരിക്കുകയാണ്. എനിക്കിത് കഴിഞ്ഞിട്ടൊന്ന് മയങ്ങണം. ഞാനിത് വേഗം ഒന്ന് പറഞ്ഞു. ശരി ഇപ്പൊ കഴിയൂത്. ഗ്രാവൽ റിസ്ക് എടുത്തിട്ട് ക്ലാസ് തീരില്ല, പോർഷൻ തീരില്ല. സാരില്ല, കുഴപ്പമില്ല. ഇത് തീരില്ല, പോർഷൻ തീരില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇനി ക്ലാസ് ഒക്കെ ശരിക്കും എടുക്കാൻ പറ്റുമോന്നും അറിയില്ല. നമുക്ക് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇത് തീരട്ടെ കേട്ടാ. ആരോഗ്യമുള്ള മിസ് ഇതാരപ്പത്? എന്തായാലേ ഞങ്ങക്ക് നല്ല ക്ലാസ് കിട്ടുള്ളൂ. ഇതാരായിരുന്നു? ഒന്ന് പറയൂ, പേര് പറയൂ. ആരാണിത്? മിസ്സിനോട് അത്രയും സ്നേഹമുള്ള ഒരാളാ, കണ്ടുപിടിക്കും. വേറെ ഷബാനയാണോ? ഷബാനയുടെ സൗണ്ട് നല്ല സ്വീറ്റാണല്ലോ. ഞാനിത് പറഞ്ഞ അവസാനിപ്പിക്കട്ടെ, എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു. ഒന്ന് കേക്ക് ഇവിടെ. അപ്പൊ എന്താണ് ഇത്? ഗ്രാവല്, സാൻഡ്, സിൽട്ട്, ക്ലേ വെച്ചിട്ട് ഇതെന്തോ ചെയ്യുന്നതാണ് റാംഡ് എർത്ത്. മനസ്സിലായോ? അപ്പൊ ഇതില് സ്ട്രോങ്, ഐഡിയൽ, സോളിഡ്, സ്ക്വാറ്റ്, സിംഗിൾ സ്റ്റോറി ഹൗസിനൊക്കെ ഇത് പറ്റുന്ന പറയുന്നത്. ഇതിന്റെ പിക്ചറൊക്കെ വേണമെങ്കിൽ നല്ലത്. ഇതൊരു നല്ല പിക്ചറൊന്നുമല്ല. അപ്പൊ നല്ലത് കിട്ടുമോ നോക്ക്. അതൊന്നും വെക്കാനൊന്നും സമയമില്ല. ഉണ്ടോ? ഗ്രാവൽ, സാൻഡ്, സിൽട്ട്, ക്ലേ എന്തായാലും ഉണ്ടാവട്ടെ. ക്ലേ ഉണ്ടെങ്കിൽ എന്ത്? ഷബാനന്റെ ഉത്തരം പറഞ്ഞേ. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ക്ലേയുടെ ബേസ് എടുക്കണത് ഒരു ചുമര് വെക്കുകയാണെങ്കിൽ? അതും കൂടി പറഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് അവസാനിപ്പിക്കാം. ക്ലേ, ഈ ഗ്രാവലും സാൻഡും സിൽട്ടും ചേർന്നാൽ നല്ല സ്ട്രോങ് ആയിരിക്കും. സ്ട്രോങ് അല്ല. അത് മാത്രല്ല അതിന്റെ ഉത്തരം. ഷബാന വേഗം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമയം പോട്ടെ. എനിക്ക് കിടന്നുറങ്ങാനുള്ളതാണ്. വേഗം പറയൂ. എന്താണ്? അതായത് ക്ലേ എന്തുകൊണ്ടാണ് ഈ ക്ലേയിൽ ചേർക്കുന്നത്? റാംഡ് എർത്തിൽ ക്ലേ വേണമെന്ന്. ക്ലേ എല്ലാം എർത്ത് മെറ്റീരിയൽ തന്നെയാണ്. ഗ്രാവലും, സാൻഡും, സിൽട്ടും, ക്ലേയും. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞത് എന്താണ്? ക്ലേയുടെ കോബൊക്കെ ശരിക്കും തനി ക്ലേയുടെ കൂടെ സാൻഡും ഫൈബ്രസ് മെറ്റീരിയലും ചേർന്നപ്പോഴാണ് കോബായത് അല്ലേ? ഇനി ഇതിൽ വരുമ്പോൾ എല്ലാ തരം മണ്ണും ഉണ്ട്. ഗ്രാവൽ, സാൻഡ്, സിൽട്ട്, ക്ലേ ഉണ്ട്. അപ്പൊ എല്ലാത്തിലും ഒരു ക്ലേ ഉണ്ടല്ലോ. ക്ലേ ഇല്ലാതെ ഒന്നും ഇല്ലല്ലോ. ക്ലേ എന്താണ് ഇങ്ങനെ മതിൽ പണിക്ക് യൂസ് ചെയ്യണമെന്ന് എത്ര ഒരു വാശി? ക്ലേ ഉണ്ടെങ്കിലാണ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ക്ലേ അല്ലേ ഒറ്റയ്ക്ക്, അതായത് നമ്മുടെ മണലൊക്കെ മാത്രമാണെങ്കിൽ അതിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? മണലിന് ഒരു കുറ്റി പോലെ ആക്കി, ഒരു പുട്ടിന്റെ പോലെ ആക്കിയെന്ന് വിചാരിച്ചോ? പുട്ടിന്റെ പാത്രത്തിലല്ല, സെൽഫ് സപ്പോർട്ടഡ് ആയിട്ട് ആർക്കാ നിൽക്കാൻ പറ്റുക? ഷബാന പറയൂ. UCC ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യാൻ പോവാണ്. ക്ലേ ഇപ്പൊ എന്താ പറയാ, ഈ നമ്മളിത് ചേർക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നാച്ചുറൽ ബൈൻഡർ ആണ്. മണ്ണിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ. പിന്നെ സ്ട്രെങ്ത്, പ്ലാസ്റ്റിസിറ്റി, അതൊക്കെ വെരി ഗുഡ് കറക്റ്റ് ആണ് കേട്ടോ. സ്ട്രെങ്ത് കുറവാണ് ക്ലേക്ക്. പക്ഷെ എന്താ വെച്ചാല് സ്ട്രെങ്ത് കുറവാണ്, ഷിയർ സ്ട്രെങ്ത് കുറവാണെങ്കിലും അതിന് ഒരു ക്ലേ ആകുമ്പോഴല്ലേ അതിങ്ങനെ സെൽഫ് സപ്പോർട്ടഡ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. ക്ലേ ഉണ്ടെങ്കിലാണ് അതിന്റെ കൂടെ ആലോചിച്ചൊക്കെ നമുക്ക് ഈ കളിമണ്ണിന്റെ സാധനം ഇങ്ങനെ കുഴയ്ക്കാൻ പറ്റുന്നത്, കുഴച്ച് മോൾഡ് ചെയ്ത് നമുക്ക് അതിനെ ഷേപ്പ് ചെയ്യാൻ പറ്റുന്നത് ക്ലേക്കല്ലേ. മണലിനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ അത്രയ്ക്ക് പറ്റില്ലല്ലോ കേട്ടോ. അപ്പൊ അതുമാണ് അതിന്റെ ഒരു സ്റ്റഡി, ഒരു ഫോം വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ബേസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് റാംഡ് എർത്ത് വോൾ എന്ന് പറയുന്നത്. സ്ട്രോങ് ആൻഡ് ഐഡിയൽ ഫോർ സോളിഡ്, സ്ക്വാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി. അടുത്തത് അതിൻ്റെ ഇത് നമുക്ക് നാളെ നോക്കാം. ഇതിനിപ്പോൾ സമയമൊന്നുമില്ല. നമുക്ക് നാളെ ഇതൊന്ന് വായിച്ചിട്ട് വരിക. അഡോബ്, അടുത്തത് അഡോബും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു തോന്നുന്നു. അഡോബിൽ എന്താണ്?
ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു കോബ് എന്തായിരുന്നു? കോബ് എന്ന് പറയുമ്പോൾ അതിൽ ക്ലേയും സാൻഡും വൈക്കോലും. ഈ അഡോബ് എന്ന് പറയുമ്പോൾ അതിൽ ഇതില്ല മണലില്ല. മനസ്സിലായോ? റോ എർത്ത് എന്ന് പറയുമ്പോൾ മണല് മാത്രം എന്തായാലും വരില്ല. കാരണം റോ എർത്ത് എന്ന് പറയുമ്പോൾ യൂഷ്വലി അത് ക്ലേ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ക്ലേ വെച്ചിട്ടല്ലേ നമുക്ക് എന്തായാലും ഇഷ്ടിക ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇഷ്ടിക ഉണ്ടാക്കണമെങ്കിൽ ക്ലേ ആണ്, മണ്ണ്. അപ്പോൾ റോ എർത്ത് എന്ന് പറയുമ്പോൾ യൂഷ്വലി അത് എന്താണ്? ഒരു ബൈൻഡിങ് പ്രോപ്പർട്ടി ഉള്ള, ഷബാന പറഞ്ഞ പോലെ പ്ലാസ്റ്റിറ്റി പ്രോപ്പർട്ടി ഉള്ളത് തന്നെയാണ് നമുക്ക് ഇഷ്ടിക കൺസ്ട്രക്ഷന് പറ്റുള്ളൂ. അപ്പോൾ റോ എർത്ത് വാട്ടറും സ്ട്രോയും ചേർത്തിട്ടുള്ളപ്പോൾ അഡോബ്. അപ്പോൾ ഇതിന് എന്ത് മൈനസ് ചെയ്യണം? സാൻഡ് മൈനസ് ചെയ്താലാണ് മറ്റേതിന്ന് കോബ് മൈനസ് സാൻഡ് ആകുമ്പോഴാണ് നമ്മുടെ അഡോബ് വരിക കേട്ടോ. ഇനി ഇത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് അതിനെ നമ്മൾ മഡ് മോട്ടറൊക്കെ വെച്ച് കഴിഞ്ഞാൽ യൂസിങ് മഡ് മോട്ടർ അല്ലേ, മണ്ണിൻ്റെ പേസ്റ്റ്, ക്ലേ പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ സിമെൻറ്റ് പേസ്റ്റിന് പകരം മഡ് മോട്ടർ. ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ S3 തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ മേ ബി നിങ്ങൾ ചില വേർഡ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവാം. സിമെൻറ്റ് മോർട്ടാറിന് പകരം മഡ് മോർട്ടാർ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൈലി ഇൻസുലേറ്റിംഗ് ആണ്, ബ്രീത്തബിൾ ആണ് അല്ലേ, നല്ലൊരു ഇതൊക്കെ ആയിരിക്കും, ഒക്കെ ലോഡ് ബെയറിംഗ് ഒക്കെയാണ്. ഓക്കെ, അഡോബർ സൺഡ്രൈഡ് ബ്രിക്സ് വെച്ചിട്ട് നമുക്ക് 2 സ്റ്റോറി വരെ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി അത് വെച്ചിട്ടുള്ള നമുക്ക് നാളെ നോക്കാമെന്ന് കണ്ട ഒരു വീട് ഇതാണ്. അതിലെ അഡോബ് വെച്ചിട്ടുള്ള ഒരു വീടാണ്. ഇത്രയും വലിയ കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത് വാട്ടർ ആൻഡ് ഡോബ് എന്ന് പറയുന്നുണ്ട്. അതൊന്ന് നോക്കി നമുക്ക് നാളെ നോക്കാം. ഇതപ്പോൾ ഇതിൽ പറയണം വാട്ടർ ഡോബ് മെത്തേഡ്, കോമൺ മെത്തേഡ് ഫോർ മഡ്, വുവൻ ലാറ്റിസ്, വില്ലോ വുഡ് ഏതായിരുന്നു? വില്ലോ വുഡിന്റെ പേര് മുന്നേ നമ്മൾ ആരെയാ പറയണേ? വില്ലോ വുഡ് എന്നാണ് എപ്പോഴാണ് കേട്ടിട്ടുള്ളേ? വാട്ടർ ആൻഡ് ഡാം മെത്തേഡ് ഈസ് ഓൾ കോമൺ. എവിടെയാണ് വില്ലോ കേട്ടിട്ടുള്ളത്? വില്ലോ വുഡ് ആരെങ്കിലും അറിയാവുന്നവരൊന്ന് അവർക്ക് വിളിച്ച് പറയൂ. വാട്ടർ ആൻഡ് ഡാം മെത്തേഡ് ഈസ് എൻ ഓൾഡ് ആൻഡ് കോമൺ മെത്തേഡ് ഓഫ് ബിൽഡിംഗ് മഡ് സ്ട്രക്ചേഴ്സ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വില്ലോ വുഡ് എന്തിനാ യൂസ് ചെയ്യാന്ന്. ആരും അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ക്രിക്കറ്റ് ബാറ്റ് ഭദ്രൻ പറഞ്ഞു. അപ്പൊ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ വാട്ടർ ആൻഡ് ഡോബ് മെത്തേഡ് ഈസ് ഓൾഡ് കോമൺ ബിൽഡിംഗ് മഡ് സ്ട്രക്ചർ വെക്കുക. അതിൽ വൂവൺ ലാറ്റിസ് ഫ്ലെക്സ് വുഡ് അല്ലെ, മരത്തിന്റെ ചില്ലകളൊക്കെ വെച്ചിട്ട് വില്ലോ വുഡിന്റെ ഫ്രെയിമൊക്കെ വെച്ചിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇത് ചെത്തി തേക്കും. മഡ് പ്ലാസ്റ്റർ, ക്ലേ, സോയിലൊക്കെ വെക്കുമ്പോൾ അതിന്റെ പേരാണ് വാട്ടർ ആൻഡ് ഡോബ്. ഇത് നമ്മൾ ബാംബൂലും ഈ വാക്ക് എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എലഗൻ സീസ്മിക് റെസിസ്റ്റൻസിന് ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. ഈ വില്ലോ വുഡൊക്കെ വരുമ്പോൾ തന്നെ അത് നല്ലതായിരിക്കും. മേ ബി കുറച്ചും കൂടി ഫ്ലെക്സിബിൾ കൺസ്ട്രക്ഷൻ ആവുന്നുണ്ടായിരിക്കും. വാട്ടർ ആൻഡ് ഡാബ്. ഇനി അതിന്റെ കൺസ്ട്രക്ഷൻ കണ്ടോ? ഇതെന്ന് പറയുന്നത് റൂഫിനെ സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നു. അത് കണ്ടോ? ഇതൊക്കെ നോക്കാം. ഇനി കഴിഞ്ഞു. അപ്പോൾ വാട്ടർ ആൻഡ് ഡാബിന്റെ നോക്ക്. there are bamboo and crane frame structures that support the roof. mud is plaster. കണ്ടോ? ഇത് ഇത്രയും വില്ലോ വുഡിന്റെ പോലെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഇത് കണ്ടോ? ഇവിടെ പാരലായിട്ട് വില്ലോ വുഡിന്റെ ഫൈബേഴ്സ് ഒക്കെ ആയിരിക്കും. അതിനെ അവർ കണ്ടോ അതിൽ വെച്ചിട്ട് ചെത്തി തേക്കുന്ന പോലെ. മേ ബി ഇപ്പൊ നമ്മുടെ അട്ടപ്പാടി അവിടെയൊക്കെ കോസ്റ്റ് ഫോർഡിന്റെ ഒക്കെ റൂറൽ കൺസ്ട്രക്ഷൻ ഒക്കെ അവർ ചെയ്യുമ്പോൾ മേ ബി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് എങ്ങനെയായിരിക്കും? മോർ സസ്റ്റൈനബിൾ, മോർ ഫ്രണ്ട്ലി, ഇക്കോ ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ആശ്വാസപരമായി ജീവിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇതോടെ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ റീസൈക്കിൾഡ് അഗ്രീറ്റ്സ് എന്നുള്ളത് നാളെ എടുക്കാം. അപ്പൊ നാളത്തേക്ക് ഇത് മൊത്തം ഒന്ന് വായിച്ചിട്ട് വരണം. പിന്നെ ഞാൻ ഈ സാധനം ഇനിയിപ്പോൾ ഷെയർ ചെയ്യണോ? അത് ഷെയർ ചെയ്യാൻ കുഴപ്പമില്ല. ഇതൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്തിടാം. കണ്ടോ? ഇതൊക്കെ ജസ്റ്റ് ഈ സ്ലൈഡുകളെല്ലാം ഇതിലിട്ട് കഴിഞ്ഞാൽ അത് കിട്ടും. അതോ നിങ്ങൾ നോക്കുമോ? ഇതേ എല്ലാ പാരഗ്രാഫും ജസ്റ്റ് ChatGPT ഇട്ട് കൊടുക്കുക. ഇൻ മലയാളം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നല്ല ഭംഗിയിൽ അങ്ങോട്ട് വരും. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അത് ഞാൻ ഇരിക്കണില്ല. ഇനിയിപ്പോൾ അത് കോപ്പി പേസ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് സമയമില്ല. ക്ലിയർ അല്ലേ? ഇനി ഞാനിത് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ പോയോ അത്? എത്ര പേരായി ഇതില്? 23 പേരേ ഉള്ളൂ അല്ലേ? നമ്മുടെ ക്ലാസ്സിൽ 27 പേരില്ലേ? അതൊന്നുമില്ല. ആ സ്ട്രോ ബെയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. സ്ട്രോ ബെയിൽ എന്ന് പറയും വീഡിയോസ്. അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലിടാം. എന്താണ് കിട്ടണത് ഞാൻ ഗ്രൂപ്പിലിടാം കേട്ടോ. അപ്പൊ ശരി എന്നാ. അപ്പൊ നാളെ ഇതെല്ലാവരും ഒന്ന് വായിച്ചിട്ട് പഠിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മിസ്സേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മിസ്സേ.